റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമത്രേ. പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്ക് പാപമോചനവും ശാപത്തിൽ നിന്നുള്ള വിടുതലും മാത്രം നൽകിത്തരാനല്ല, നമ്മെ പരിശുദ്ധാത്മാവിലേക്ക് വഴി നടത്തുവാനും പരിശുദ്ധാത്മാവുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കാനും കൂടെയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞ സകല ഉപമകൾ മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ചായിരുന്നു. സ്നാപക യോഹന്നാൻ യേശുവിന് വഴികാട്ടിയായും യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി സ്നാപക യോഹന്നാൻ ഭൂമിയിൽ വന്നു. എന്നാൽ യേശു കർത്താവ് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി മാത്രമല്ല, പരിശുദ്ധാത്മാവിന് വഴിയൊരുക്കുവാനും നമ്മെ പരിശുദ്ധാത്മാവിലേക്ക് ബന്ധിപ്പിക്കാൻ കൂടെയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ ഇന്ന് ആയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതും നിങ്ങൾ സൗഖ്യമാകുന്നതും ഇതെല്ലാം പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ യേശു കർത്താവുമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് യേശുവിൻ്റെ സ്നേഹവും സമാധാനവും സാന്നിധ്യവും സൗഖ്യവും വിടുതലും ഇതെല്ലാം നിങ്ങൾക്ക് നൽകിത്തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മെ യേശുവുമായി ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഒരു കാര്യസ്ഥൻ ഞാൻ ഇവിടെ അയക്കാൻ പോകുന്നു, അവനാണ് പരിശുദ്ധാത്മാവ്. പ്രിയരെ, ഈ സത്യം നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അറിയുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സമീപസ്ഥനാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അധികമായി ദൈവവചനത്തിലൂടെ യേശു കർത്താവിനെ കുറിച്ച് അറിയിച്ചു തരുന്നു. യേശു കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. ഈ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന് വാഴുവാൻ വസിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ അധികമായി യേശുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾക്ക് രുചിച്ചറിയാൻ സാധിക്കുന്നു. ഇന്ന് പല വ്യക്തികൾക്കും യേശുവിൻ്റെ സാന്നിധ്യത്തെ എപ്പോഴും രുചിച്ചറിയാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണം എന്തെന്നാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയത്തില്ല. അതുപോലെ തന്നെ അവർ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നുമില്ല. യേശു കർത്താവ് ജീവിക്കുന്നു, എന്നാൽ യേശു കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥനാണ്, അവൻ ഇന്നും ജീവിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് സ്വർഗത്തെയും നമ്മെയും ബന്ധിപ്പിക്കുന്ന ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവിനാണ് ഉള്ളത്. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളത്തിൽ വന്നാട്ടെ, എനിക്ക് യേശുവിൻ്റെ ഇഷ്ടങ്ങൾ, എന്നെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തന്നാട്ടെ, സ്വർഗരാജ്യത്തിനു വേണ്ടി എന്നെയും ഒരുക്കിയാട്ടെ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അവനോട് സംസാരിക്കുകയും ഒരു കൂട്ടുകാരനെ പോലെ നിങ്ങൾ അവനെ ആരാധിക്കുകയും പരിശുദ്ധാത്മാവ് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് വരുവാനിടയാകും. അവനൊരു വ്യക്തിയാണ്, അവൻ ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും അനുസരിച്ച് നമ്മെ ഒരുക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. നാം എത്രത്തോളം പരിശുദ്ധാത്മാവിന് വഴങ്ങിക്കൊടുക്കുന്നോ, അവൻ്റെ ശബ്ദത്തിനനുസരിച്ച് നാം വഴങ്ങുന്നോ അത്രത്തോളം പരിശുദ്ധാത്മാവ് നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവവും പ്രകൃതവും നമ്മിൽ നൽകി തരുവാനിടയാകുന്നു. നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു അത്രത്തോളം നമ്മുടെ ജഡസ്വഭാവങ്ങൾ, നമ്മുടേതായ ചില പാപത്തിൻ്റെ സ്വഭാവങ്ങൾ ഇതെല്ലാം നമ്മളെപ്പോഴും മരിപ്പിക്കുവാനിടയാകുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ സ്വർഗരാജ്യത്തിലേക്കായി നമ്മെ ഒരുക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതെല്ലാം നിങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയെടുക്കുവാൻ തയ്യാറാകുക. അതുകൊണ്ട് ഇന്നു മുതൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ശീലം ഇന്നു മുതൽ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റം വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത് കാണാം. സ്വർഗം നിങ്ങൾക്ക് സമീപസ്ഥമായിരിക്കുന്നതും പിതാവും പുത്രനും നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നതും നിങ്ങൾക്ക് രുചിച്ചറിയുവാൻ സാധിക്കും.